Dear students, through the class MS 2.18, we are going to solve an LPP with the maximization objective function under duality method. Let us see the question. From the following LPP, prepare a dual and solve the dual. Maximize z equal to 40x1 plus 35x2 subject to 2x1 plus 3x2 less than or equal to 60, 4x1 plus 3x2 less than or equal to 96, x1 and x2 greater than or equal to 0. Okay. ഇവിടെ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള LPP ആണ്. ഡ്യുവൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പ്രൈമലിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ ഇനീക്വാലിറ്റി സിമ്പിൾ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം ഡ്യുവൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഡ്യുവൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ആ പ്രോസസ്സ് എന്ന് നിങ്ങൾക്കറിയാം. തന്നിട്ടുള്ള പ്രൈമലിൻ്റെ മെട്രിക്സ് ഫോമാണ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് ഡ്യുവലിൻ്റെ മെട്രിക്സ് ഫോം കിട്ടുന്നു. മെട്രിക്സ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡ്യുവൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്യുവൽ കിട്ടിയിരിക്കുകയാണ്. മിനിമൈസ് ജി ഈക്വൽ ടു മാക്സിമൈസ് ആയതുകൊണ്ട് മിനിമൈസ് ആയിരിക്കും ഡ്യുവൽ വരിക. Minimize g equal to 60y1 plus 96y2 subject to 2y1 plus 4y2 greater than or equal to 40, 3y1 plus 3y2 greater than or equal to 35, y1 and y2 greater than or equal to 0 എന്ന് ഡ്യുവൽ നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ ഡ്യുവാലിറ്റി മെത്തേഡിൽ ഈ ഡ്യുവലിനെയാണ് സിംപ്ലക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യേണ്ടത്. ഡ്യുവലിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ആ ഡ്യുവല് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഡ്യുവലിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനാണ്. ഓക്കെ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയതുകൊണ്ട് നമ്മൾ സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളുമാണ് ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ കൂടെ സ്ലാക്ക് സർപ്ലസ് വേരിയബിൾ S1 സബ്ട്രാക്ട് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ വേരിയബിൾ A1 ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ കൂടെ സർപ്ലസ് വേരിയബിൾ S2 സബ്ട്രാക്ട് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ വേരിയബിൾ A2 ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മെട്രിക്സ് ഫോമിൽ ആ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ ആ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ ഈ രൂപത്തിൽ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് A1 ഉം A2 ആണ് ബേസിക് വേരിയബിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സർപ്ലസ് വേരിയബിളും ആർട്ടിഫിഷ്യൽ വേരിയബിളും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമൈസ് ജി ഈക്വൽ ടു 60y1 പ്ലസ് 96y2 പ്ലസ് 0s1 പ്ലസ് 0s2 പ്ലസ് ma1 പ്ലസ് ma2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ രീതിയിലായി മാറും. അപ്പോൾ മിനിമൈസ് ജി ആയതുകൊണ്ട് നമ്മൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മിനിമൈസ് ജി എന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മാക്സിമൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ മാക്സിമൈസ് ജി ഈക്വൽ ടു എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്നറിയാം. സിമ്പിൾ മാറ്റിയാൽ മതി. -60y1 minus 96y2 plus 0s1 plus 0s2 minus ma1 minus ma2. അപ്പോൾ Cj values -60 minus 96 0 0 minus m എന്നിങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഡെൽറ്റ ജെ വാല്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു ദി സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. ഓക്കെ. ഓപ്റ്റിമൽ അല്ലാത്തത് കൊണ്ട് ഇൻകമിങ് വേരിയബിൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, y2 ആണ്. തീറ്റ വാല്യൂ നോക്കിയിട്ട് മിനിമം നോൺ നെഗറ്റീവ് വാല്യൂ 10 ആണ് തീറ്റയുടെ വരുന്നത്. ആ
വാല്യൂ വരുന്ന ബേസിക് വേരിയബിൾ A1 ആണ്. A1 ഡിപ്പാർട്ടിംഗ് വേരിയബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിപ്പാർട്ടിംഗ് വേരിയബിളുമായി ബന്ധപ്പെട്ട ഈ പിവട്ട് റോ, അതുപോലെ ഇൻകമിംഗ് വെക്റ്റർ അല്ലെ ഇൻകമിംഗ് വേരിയബിളുമായി ബന്ധപ്പെട്ട ഈ പിവട്ട് കോളം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 4 ആണ് കീ എലിമെൻ്റ് അല്ലെങ്കിൽ പിവട്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോകുകയാണ്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ മാറ്റങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയറെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഡെൽറ്റ ജെ വാല്യൂ 2 വാല്യൂ മൈനസ് വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷനും ഓപ്റ്റിമൽ അല്ല. ഡെൽറ്റ ജെ വാല്യൂ ഹയസ്റ്റ് മൈനസ് വാല്യൂ വരുന്നത് ഇതാണ്, -1.5 m പ്ലസ് 12 ആണ് ഹയസ്റ്റ് മൈനസ് വാല്യൂ. ഇവിടെ -0.75 m ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഹയസ്റ്റ് മൈനസ് വാല്യൂ വരിക ഇതാണ്. അതുകൊണ്ട് ഇവിടെ ഇൻകമിംഗ് വേരിയബിൾ y1 ആണ് വരുന്നത്. തീറ്റ വാല്യൂ നോക്കിയപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ A2 ആണ്. അപ്പോൾ കീ എലിമെൻ്റ് വരുന്നത് 1.5 ആണ്. അപ്പോൾ അതിനനുസരിച്ച് തേർഡ് സിംപ്ലക്സ് ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു മാറ്റങ്ങളോടുകൂടി. തേർഡ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഡെൽറ്റ ജെ വാല്യൂ നോക്കൂ. ഓൾ ദി ഡെൽറ്റ ജെ വാല്യൂസ് ആർ either 0 or പോസിറ്റീവ്. അപ്പോൾ സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ. അപ്പോൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്താണ്? നമ്മൾ ഡ്യുവലിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. എന്താ ഓപ്റ്റിമൽ സൊല്യൂഷൻ? y2 എന്ന് പറയുന്നത് വാല്യൂ 25/3 y1 3 and 1/3 ആണ്. ഓക്കെ, ഇതാണ് y1ൻ്റെയും y2ൻ്റെയും വാല്യൂ നമ്മുടെ ഫൈനൽ സിംപ്ലക്സ് ടേബിളിൽ കിട്ടിയിട്ടുള്ള ഓപ്റ്റിമൽ സൊല്യൂഷൻ. അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മിനിമൈസ് z ഈക്വൽ ടു 60 ഇൻറ്റു y1 3 1/3 പ്ലസ് 96 ഇൻറ്റു y2 അതായത് 25/3 ഈക്വൽ ടു 1000. ഇതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. y1 3 1/3 y2 25/3 വരുന്ന, അങ്ങനെയാകുമ്പോൾ മിനിമൈസ് z 1000 ആണ് വരുന്നത്. ഇതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഈ ഓപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ ആയിരിക്കും നമുക്ക് പ്രൈമൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുക. ആ പ്രൈമൽ തന്നിട്ടുള്ള LPP സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യുന്ന ഈ 1000 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അത് ആ പ്രൈമലിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്, ഈ ഡ്യുവലിൻ്റെ സൊല്യൂഷനിൽ നിന്ന് തന്നെ. അതായത് ഡെൽറ്റ ജെ വാല്യൂസ് നോക്കൂ, അതിൽ സർപ്ലസ് വേരിയബിൾ S1 S2 18 8. ഇതാണ് നമ്മൾ പ്രൈമൽ സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്യുവാലിറ്റി മെത്തേഡിലൂടെ അല്ലാതെ പ്രൈമൽ തന്നെ നേരിട്ട് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ x1 x2 ആണല്ലോ, y2 y1 വരെ x1 x2 എന്ന് പറഞ്ഞ് ഇവിടെ XB കോളത്തിൽ കിട്ടേണ്ട ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് 18ഉം 8ഉം ആയിരിക്കും. അതായത് x1 18ഉം x2 എന്ന് പറയുന്നത് 8ഉം ആയിരിക്കും. അങ്ങനെ ആ വാല്യൂസ് നമ്മുടെ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 40x1 പ്ലസ് 35x2 ആയിരുന്നല്ലോ. അപ്പോൾ 40 ഇൻറ്റു 18 പ്ലസ് 35 ഇൻറ്റു 8 ഈക്വൽ ടു 1000 കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഈ 1000 തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യുവാലിറ്റി മെത്തേഡിലൂടെ ഒരു LPP സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവല് ഡെവലപ്പ് ചെയ്ത് ആ ഡ്യുവലിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഡ്യുവലിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതോടുകൂടി പ്രൈമലിൻ്റെ സൊല്യൂഷന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. രണ്ടിൻ്റെയും മാക്സിമൈസേഷൻ അല്ലെ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ വാല്യൂ വരിക സെയിം ആയിരിക്കും. 1000 ഇവിടെയും 1000. ക്ലിയർ? അപ്പോൾ നമുക്ക് LPP എന്ന വലിയൊരു ഭാഗം പോർഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങേണ്ടതുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ
നമ്മൾ ഡ്യുവൽ എന്ന പ്രോബ്ലം ഡ്യുവൽ ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം പഠിച്ചു. ഡ്യുവൽ ഡെവലപ്പ് ചെയ്താൽ എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡ്യുവൽ പ്രോബ്ലം. ഡ്യുവലിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്താണ്? അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് വൺ, ഫോർ എവ്രി പ്രൈമൽ ദർ ഈസ് എ ഡ്യുവൽ. ഏതൊരു പ്രൈമലിനും ഒരു ഡ്യുവൽ ഉണ്ടായിരിക്കും. നമ്പർ 2, ഡ്യുവൽ ഓഫ് ദി ഡ്യുവൽ ഈസ് പ്രൈമൽ. ഡ്യുവലിൻ്റെ ഡ്യുവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യത്തെ പ്രൈമൽ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, ഒരു തന്നിട്ടുള്ള LPP പ്രൈമൽ എന്ന് നമ്മൾ വിളിക്കുന്നു. അതിൻ്റെ ഡ്യുവൽ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ആ ഡ്യുവൽ കണ്ടുപിടിച്ചിട്ട് ആ ഡ്യുവലിൻ്റെ ഡ്യുവൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അത് നമ്മുടെ ഒറിജിനൽ ആ പ്രൈമൽ LPP തന്നെയാണ് കിട്ടുക. തേർഡ്, ഇഫ് ദി പ്രൈമൽ ഹാസ് എ ഫൈനൈറ്റ് ഓപ്റ്റിമൽ സൊല്യൂഷൻ, ദി ഡ്യുവൽ ഓൾസോ ഹാസ് ഫൈനൈറ്റ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. പ്രൈമലിന് ഒരു ഫൈനൈറ്റ് ഓപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡ്യുവലിനും ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഇഫ് ദി പ്രൈമൽ ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ, ഡ്യുവൽ വിൽ ഓൾസോ ഹാവ് നോ ഫീസിബിൾ സൊല്യൂഷൻ. പ്രൈമലിന് ഫീസിബിൾ സൊല്യൂഷനേ ഇല്ല എങ്കിൽ ഡ്യുവലിനും ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവില്ല. ഫിഫ്ത്ത് വൺ, ഇഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ, then the objective function of dual will be minimization and vice versa. അപ്പോൾ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവലിൻ്റേത് മിനിമൈസേഷനും, പ്രൈമലിൻ്റേത് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡ്യുവലിൻ്റേത് മാക്സിമൈസേഷനും ആയിരിക്കും. ഓക്കെ, then sixth one, if the constraints of primal are with less than or equal to symbol, then the constraints of dual will be with greater than or equal sign. അപ്പോൾ കൺസ്ട്രെയിൻസിൻ്റെ സിമ്പൽ വ്യത്യസ്തമായിരിക്കും. ഡ്യുവലിൻ്റെത് പ്രൈമലിൻ്റെത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ്, ഡ്യുവലിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കും. ഇനി പ്രൈമലിൻ്റെത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ ഡ്യുവലിൻ്റെത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കും. അത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്നത്. ഇഫ് ദി പ്രൈമൽ ഹാസ് n വേരിയബിൾസ് ആൻഡ് m കൺസ്ട്രെയിൻസ്, ദെൻ ഡ്യുവൽ ഹാസ് m വേരിയബിൾസ് ആൻഡ് n കൺസ്ട്രെയിൻസ്. നമുക്കറിയാം അത് പ്രൈമലിന് n വേരിയബിൾസും m കൺസ്ട്രെയിൻസും ആണ് ഉള്ളതെങ്കിൽ നേരെ തിരിച്ചായിരിക്കും വരിക. m വേരിയബിൾസും n കൺസ്ട്രെയിൻസും ആണ് ഡ്യുവലിന് ഉണ്ടാവുക. അറിയാലോ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ആണ് കൺസ്ട്രെയിൻസിൻ്റെ RHS സൈഡിലേക്ക്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്നത്. അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ളത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റായി മാറുന്നു. ഓക്കെ, അപ്പോൾ n വേരിയബിൾസും m കൺസ്ട്രെയിൻസും ആണ് പ്രൈമലിനുള്ളത് എങ്കിൽ ഡ്യുവലിന് m വേരിയബിൾസും n കൺസ്ട്രെയിൻസും ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഫീച്ചർ ഈസ് ദി ഓപ്റ്റിമൽ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് പ്രൈമൽ z and the dual g will be the same. നമ്മൾ തൊട്ട് മുമ്പുള്ള ആ പ്രോബ്ലത്തിൽ കണ്ടു 1000 ആയിരുന്നു ആ ഒബ്ജക്റ്റീവ് വാല്യൂ കിട്ടിയിരുന്നത്. ഡ്യുവലിൻ്റെതും പ്രൈമലിൻ്റെയും സെയിം എമൗണ്ട് തന്നെ വന്നു. ഓക്കെ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ഡ്യുവൽ LPP പ്രോബ്ലം. ഓക്കെ, ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മൾ LPP ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.